കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. UAE മലയാളികൾക്കിടയിൽ എല്ലാ വർഷവും വരുന്ന എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. APL സീസൺ 5 600-ൽ പരം മലയാളികൾ മത്സരിക്കുന്ന ഒരുപക്ഷെ UAEയിലെ ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് മാമാങ്കം APL സീസൺ 5 ജനുവരി 11 മുതൽ ഫെബ്രുവരി 15 വരെ വിഷൻ ക്രിക്കറ്റ് സെന്ററിൽ വെച്ച് നടക്കുകയാണ്. Today we have gathered here for jersey launch and trophy unveiling for the same. Before we move forward, let me invite the CAF officials onto the stage. For welcome speech, let me invite the General Secretary of CAF, Mr. V.S. Bijkam. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. അക്കാഫ് പ്രൊഫഷണൽ ലീഗ് ഇതിന്റെ 5ാം സീസൺ ജേഴ്സി ലോഞ്ചാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അക്കാഫ് സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ക്രിക്കറ്റ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള നടക്കുന്ന ഏക മലയാളി ക്രിക്കറ്റ് ലീഗ്, ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് ലീഗാണ് APL. വളരെ വിജയകരമായി 4 സീസൺ കഴിഞ്ഞു. ഇത് 5ാമത്തെ സീസണാണ്. ഈ സീസണിലെ ഈ ജേഴ്സി ലോഞ്ചിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അക്കാഫിന്റെ പേരിൽ ആദരവുമായി സ്വാഗതം പറയുന്നു. Distinguished guests, ACAF officials, team managers, coach, college officials of teams, 32 teams, ACAF family and my dear friends, very good evening to all. Today is another momentous chapter in the history of ACAF. We are not just unveiling this trophy or launching this jersey, because today we are really celebrating the spirit and sportsmanship of ACAF. And today we are very fortunate to have our chief guest Chaya Mughal. She is the former UAE cricket women's cricket team captain and Emirates cricket control board member. Ma'am, thank you for your presence and we are so much excited to welcome you. അതുപോലെ തന്നെ നമ്മുടെ സോണി ചെറുപത്തൂര്, നമ്മുടെ നായർ സാർ, ഇവരെല്ലാം നമുക്ക് നമ്മളുടെ ഈ ഇവന്റിന്റെ സീസൺ 1 മുതൽ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് നമ്മളുടെ ശ്രീശാന്ത് സീസൺ 5 നമ്മളുടെ ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്കുണ്ട്. അതൊക്കെ തന്നെ നമുക്കൊരു വലിയ സൗഭാഗ്യമാണ്. നമ്മളൊരു ഫോർച്ചുനേറ്റ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 11-ാം തീയതി യുഎയിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഒരു ക്രിക്കറ്റ് ബാറ്റിലാണ് വിഷൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ജനുവരി 11 മുതൽ ഫെബ്രുവരി 15-ാം തീയതി വരെ അക്കാഫിന്റെ ഈ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ കുറച്ച് ആർക്കിടെക്ട്സ് ആണ്. നമ്മുടെ ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരൊന്ന് സ്റ്റേജിലേക്ക് വിളിച്ച് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ആദ്യമേ വിളിക്കേണ്ടത് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സീസൺ 1 മുതൽ സീസൺ 5 വരെ നമുക്ക് ഈ ഒരു APLന്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് ഫുൾ മുൻപിൽ നിൽക്കുന്ന ബിന്ദു വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സമൂഹഗാനം പാടുന്ന പറഞ്ഞ പോലെ അതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ കൺവീനർ രാജാറാം സ്നാക്കോസ് കോളേജ്, ഇന്ത്യ ശ്രീനിവാസ്, ബിജു സേതുമാധവൻ, ലാൽ രാജൻ, ജോൺ കെ ബേബി സെന്റ് പീറ്റേഴ്സ് കോളേജ്, ഗോകുൽ ജയചന്ദ്രൻ, സുമീഷ് സർലപ്പൻ ബിഷപ്പ് മൂർ കോളേജ്, മനു ഷാജി DB കോളേജ്, ശ്രീജ സുരേഷ് സെന്റ് അലോഷ്യസ് കോളേജ്, ജോൺസൺ ജോയിന്റ് ജനറൽ കൺവീനേഴ്സ്, ടിൻഡു വർഗീസ് തോമസ് ശ്രീബുദ്ധ കോളേജ്, ഷാഫി അഞ്ചങ്ങാടി ആസ്ക് ആലുമിനി, ഷമീർ ഋഷാഫ് ശ്യാം ചന്ദ്രഭാനു MG കോളേജ്, അക്ഷയ് ക്രൈസ്റ്റ് കോളേജ്, സലീം ചെറിപ്പൊയിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, സുധി സാഹിബ് ലയോള കോളേജ്, നിജിത് പാനമുഖത്ത് SKVC. നിശ്ചിതണ്ടോ? ഇത്രയും ആളുകളുടെ ഒരു പ്രകടനവും ഒരു പ്രയത്നവുമാണ് ഈ ഒരു APL ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബാറ്റില് ഇവരുടെ എല്ലാം ഒരു കോർഡിനേഷൻ, ഇവരുടെ എല്ലാം ഒരു ടീം വർക്കിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും. വീണ്ടും 5ാം സീസണിലും ഇതിന്റെ ചുമതല സ്ട്രാറ്റജിക് അഡ്വൈസർ എന്ന പേരൊക്കെ ഇട്ട് എനിക്കിവർ തന്നിട്ടുണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ വർഷത്തെ പോലെ നടത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അത് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ 32 കോളേജസ് ആണ് എപ്പോഴും നമ്മുടെ ശക്തി.
അത് നമുക്ക് ഗ്രൗണ്ടിൽ വിഷൻ ക്രിക്കറ്റ് സെന്ററിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷത്തെ പോലെ വളരെ ഗംഭീരമായിട്ടായിരിക്കും ഈ വർഷത്തെ ഈ സീസണും വിജയകരമായി നമ്മൾ പൂർത്തീകരിക്കും. അതിനുള്ള വലിയൊരു ടീമാണ് നമുക്ക് CPSC സമ്മാനിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ശ്യാം ചന്ദ്രബാനു. ഞാൻ ആക്ച്വലി സ്പോർട്സുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഞാൻ ആക്ച്വലി എംബ്രേസിൻ്റെ മാസ്റ്റർ ക്രിക്കറ്ററാണ്. 2019 തൊട്ട് UAE വേണ്ടി ഇൻഡോർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളിക്കാണ്ട് അനുഗ്രഹം കിട്ടി. പിന്നെ APL സീസൺ 5 ആണ്. APL സീസൺ 5 ആക്ച്വലി എല്ലാ വർഷത്തെക്കാട്ടിയും കുറച്ചുകൂടെ പ്ലേയേഴ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു 4th സീസൺ വരെ. ലൈക്ക് ഒരു ദിവസം തന്നെ സെയിം കളിക്കുന്ന ഡിലേ ആയിട്ട് പോകണം. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്രാവശ്യം ഒരു മാച്ച് മാത്രമേ ഉള്ളൂ എല്ലാ ടീമിനും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ച്വലി ലേറ്റ് ആവും എന്നുള്ള പ്രശ്നമൊക്കെ തീർന്നു. പിന്നെ അക്കാഫിൻ്റെ സ്പോർട്സ് കൺവീനറായിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കൂടെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കാഫിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം, സ്പോർട്സ് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ താങ്ക് യു സോ മച്ച് ഛായ മുഗൾ, ex-UAE captain, women's captain and Emirates Cricket Board women's development officer. Thanks to be part of APL season 5. Thanks to Rishita. നമ്മുടെ അഭിമാനമാണ് ഇവരൊക്കെ. ആക്ച്വലി UAEക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വന്ന് നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് UAEക്ക് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ അക്കാഫിന് വേണ്ടിയിട്ട് നമ്മൾ APL ഏത് സീസണിൽ നമ്മൾ ചെയ്യുമ്പോൾ സീസൺ ഇത്രയും അട്രാക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൈസ് മണി പോലും കൊടുക്കാതെ ഈ ടൂർണമെന്റിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ടൂർണമെന്റ് വിജയമാണ്. നമ്മള് ലേഡീസ് ക്രിക്കറ്റും നടത്തുന്നുണ്ട് ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യവും ഇപ്രാവശ്യം ഉണ്ട്. ലേഡീസ് ക്രിക്കറ്റും ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ റിനിതയും ഋഷിതയും ഇവരെയൊക്കെ പോലെ തന്നെ UAE ടീമിന് കളിക്കാൻ അവസരം നമ്മുടെ ഓരോ ആളുകൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അറിയാൻ സാധിക്കില്ല ആർക്കൊക്കെയാണ് കളിക്കാൻ പറ്റും. നമ്മളൊക്കെ ഈ മെച്ചുവേർഡ് ഏജിൽ ഇൻഡോർ ക്രിക്കറ്റ് ആണെങ്കിൽ പോലും UAEക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്നത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ സോണിയുണ്ട് ഇവിടെ, നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ച് നമ്മുടെ ഇന്ത്യൻ A ടീമിന് കളിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ പ്രചോദനമാണ്. അതുപോലെ ഇപ്പൊ കളിക്കുന്ന ഓരോ പ്ലേയേഴ്സും നമുക്ക് നാളെ പറയാം ഈ കളിച്ച അക്കാഫ് APL കളിച്ച 5 സീസണിൽ കളിച്ച ഒരു പ്ലെയർ ആണ് UAEക്ക് വേണ്ടി കളിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. നിങ്ങളൊക്കെ അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏതൊരു ഇവന്റ് നടത്തുമ്പോഴും അതിന്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ സ്പോൺസേഴ്സ് ആണ്. നമുക്ക് ഇത്തവണ വളരെ സൗഭാഗ്യമാണ്. നമ്മളുടെ BMW ഡെവലപ്മെന്റ്സ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്പോൺസർ ആയിരുന്നു. ഇത്തവണ അവർ അതിന്റെ സ്പോൺസർഷിപ്പിന് വന്നിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ സുധിയുടെ കെയർ ഓഫിൽ 2 സ്പോൺസേഴ്സ് വന്നിട്ടുണ്ട്, സാനീഷിന്റെ കെയർ ഓഫിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്ന് തന്നെ കരുതാം. ഈ ഒരു 32 ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. TV പാർട്ണർ നമ്മുടെ മീഡിയ വൺ ആണ്. നമ്മുടെ MCA നാസർ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ ബാക്കി ടീം വന്നിട്ടുണ്ട്. പിന്നെ മനോരമ നമ്മളുടെ പ്രിന്റ് മീഡിയ പാർട്ണറാണ്. ഹിറ്റ് FM നമ്മളുടെ റേഡിയോ പാർട്ണറാണ്. കമ്മ്യൂണിറ്റി പാർട്ണറായിട്ട് കളിക്കളം നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ണറാണ്. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് വലിയൊരു സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. മാനേജിംഗ് എഡിറ്റർ കലീജ് ടൈം ശ്രീ ഐസക് ജോൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ജനറൽ സെക്രട്ടറി ശ്രീ VS ബിജുകുമാർ, അക്കാഫ് ചെയർമാൻ ശ്രീ ഷാഹുൽ ഹമീദ്, ട്രഷറർ ശ്രീ ജൂലിൻ ഫെർണാണ്ടസ്, അക്കാഫ് ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ, സെക്രട്ടറി മനോജ് KV, ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ശ്രീമതി റാണി സുധീർ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി വിദ്യ പുതുശ്ശേരി, ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി ശ്രീമതി രശ്മി ഐസക്. Along with that, an Indian-born former cricketer who played for the United Arab Emirates national cricket team. She grew up in Srinagar, Jammu and Kashmir, moved to the UAE in 2009 and is a school teacher by profession. She captained UAE at the 2021 ICC Women's T20 World Cup Asia qualifier, and in 2022 she also captained Women's 2020 Asia Cup in UAE. Let us all put our hands together for Miss Chaya Mughal. അതോടൊപ്പം ക്രിക്കറ്റിന്റെ പ്രിയങ്കരനായ ശ്രീ KR നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KR നായർ സാർ ചീഫ് ക്രിക്കറ്റ് റൈറ്റർ, ഗൾഫ് ന്യൂസ്. കൂടെ അക്കാഫ് ഒഫീഷ്യൽസ് വൈസ് പ്രസിഡന്റ് ശ്രീ ആഷിഖ്, ജോയിന്റ് ട്രഷറർ ഷിബു മുഹമ്മദ്, മുഴുവൻ പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് പുതുവത്സര പുലരിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദവും എക്സൈറ്റ്മെന്റും തരുന്നൊരു കാര്യമാണ് അക്കാഫിന്റെ ഈ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. അതിനെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത്. അതിന്റെ ജേഴ്സിയുടെ അൺവീലിങ്ങിന് വേണ്ടി വന്നതാണ് ഇത്രയും ആൾക്കാർ. അപ്പം അതുമാത്രം അതിന്റെ എത്രമാത്രം ഇമ്പാക്ട് ഇവിടുത്തെ സ്പോർട്സ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അക്കാഫിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ചാരിതാർത്ഥജനകമാണ്, നമുക്കൊക്കെ അഭിമാനിക്കാൻ വഴിയുള്ളതാണ്. കാരണം ക്രിക്കറ്റിനെ ഇത്രമാത്രം പോപ്പുലറൈസ് ചെയ്യാനായിട്ട്
ഈ 100 ബോൾ ഒരു ഫോർമാറ്റ് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്താണ് കെ ആർ നായർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ക്രിക്കറ്റിൻ്റെ വലിയ ഒരു അതോറിറ്റിയാണ്. ഒത്തിരി പുസ്തകങ്ങൾ, നല്ലൊരു പുസ്തകം എഴുതാൻ പോവുകയാണ്. അത് ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. നിങ്ങളെല്ലാം വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പോലും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ, ഈ ഇനിഷ്യേറ്റീവിൽ, അക്കാഫ് എടുത്ത ഇനിഷ്യേറ്റീവിൽ വളരെയേറെ അഭിമാനപൂർവ്വം ഇന്നലെ എൻ്റെ കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം അക്കാഫ് എടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളും ഒന്നിനൊന്ന് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പുതിയ പടവുകൾ കയറി വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും അത് ഈ സീസൺ 5 ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൂടി ചെറുക്കുന്നു. എല്ലാവർക്കും Good evening, everyone. I felt it's little new language for me, first of all. I come from North, but I could still feel connected. One reason for that is the passion which drives all of us to love a sport which is called as cricket, isn't it? All of us are here because we all love cricket. We all play cricket. And I'm honestly speaking from my heart, huge respect to see so many people out there, like 32 colleges, right? Some figures I could remember, 72,000 people group, which is huge. I think you all need a huge round of applause for the Kerala community, right? Yes, this is amazing. All Kerala community, all Kerala college, sorry. So this is really, really amazing for me to know that there are even women team who are participating, 7 or 8 in numbers, which is tremendous. So coming from Emirates Cricket Board as Women's Development Officer, I've seen how cricket has grown from year 2007, from its inception to where it is now. So I remember 2007, some figures, I'm going to speak, which could be a little shocking, because first time when UAE played their first match, I'm sure you people don't know about this. When they played their first match, it was an Asia Cup tournament, ACC tournament, sorry, which was held in Thailand actually. So 2007, they invited UAE team to come and play matches, and UAE was supposed to play the first game against Bangladesh, which was already a test play nation. So UAE struggled to form a team. They literally called mums and nuns and everyone. They begged them to come, let's play cricket, because we didn't have a team at that point of time. So I wasn't there, these 3 were not there. So they literally struggled. So finally they managed to make team. Natasha was the first captain, who was only 12 years old. So she was the youngest cricket captain, who led UAE women's team for the first ever tournament that was being played in Thailand. And the first match against Bangladesh. Any guesses how much we scored? So UAE got all out on mere 9 runs, which was a shame, I don't feel shame telling that, because I know we have come a long way from 2007 until now. So I still have that scorecard, just because I visit a lot of schools and colleges. So that's the first thing I speak about, because there is something that has helped us to come a long way from getting out on 9 runs to playing 2 Asia Cups, which is a huge, remarkable progress that we have managed. Playing 3 World Cup qualifiers, it's nothing more than an achievement for us. I have come from Jammu and Kashmir, which is not a very friendly place, all of us are aware of it. But there was something which was there, and I know all of us have that, and that is your dream, isn't it? That pushes you forward, that doesn't allow you to sleep, and that tells you to do something which nobody has ever done before. I wanted to look different, so I thought, what can I do? I cut my hair. Really, being different, it's not easy. It comes with a lot of responsibility. It comes with lot of sacrifices. Success is not handed to you. You have to work for it, right? You have to earn it. And that's when you realize it tastes better, isn't it? So that's something that I did for a lot of time. I struggled. I fell down, but getting up is a victory. Trust me. When I say getting up is half a victory, I really mean it. Because giving up is always an easy option, isn't it? You just have to say, hey, I don't want to do that. It's giving up. But
When you get up, half of the battle is won. Trust me. The next time you feel like giving up, push yourself. I always say this, a hero is someone who knows how to hang on 1 minute longer. Just that 1 minute, push yourself. A minute more longer, and you will be on the other side of the room. So whenever you feel like giving up, just tell yourself, 1 minute more, 1 minute longer, 1 minute longer, and then another minute, and you'll see yourself on the finishing line. So I won't take much of your time. This is your season 5, and I'm glad that every year these kind of tournaments are happening. And huge congratulations to all the people who are behind the curtains, the sponsors, the people who have organized this, all coaches, players, just play with your heart. Have that passion, not just to win the games, but to support each other. One important lesson I'll tell you all this time when you play is celebrate each other's success. That will give you more and more happiness. Okay? So if you are not scoring and the opponent team, your friend, maybe you don't like him, just still be very successful. Still be very happy for them. Right? So that's one lesson. Just play with your heart, stay grounded, remember where you have come from, remember where you are going. That's very important. Thank you very much for having me. It's truly an honor, it's truly a privilege, and I'm happy for you all. Thank you. Jersey launch and trophy unveiling for season 5. I declare open. Mr. K.R. Nair for unveiling the trophy. First of all, Happy New Year. ന്യൂ ഇയറിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓൾദോ ഞാൻ മലയാളത്തിൽ സംസാരിക്കാമെങ്കിലും പല ലാംഗ്വേജുകൾ ഷായയ്ക്കും. If I can speak in English, she will also understand the entire thing. So, for me, this tournament is a nostalgic one because there are many reasons. Because earlier when ACAF was played in cement tracks in Ajman, I had reported it for Gulf News. That must be there. And the beauty of it is that you have all carried this event to this level, and it should continue. Because why I say is because in Kerala I started a club called Caravan Cricket Club, and 50 years the Caravan Club is still existing, and this month they are conducting their All Kerala tournament again. So which means one important thing is that if you are all united, this tournament can go on and on, which is most important. And why I feel also very happy is that 3 players and women's cricket is being honored. That's a great thing. പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ വർഷവും നമ്മുടെ ഇത് നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ആ കോളേജ് ടീമിന്റെ സ്പിരിറ്റാണ്. തീർച്ചയായിട്ടും ആ സ്പിരിറ്റ് നിലനിർത്തുവാനും നമ്മുടെ എല്ലാവരും ഈ 32 ടീമുകൾക്കും ഞാൻ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മീഡിയയുടെ നമ്പർ 1, നമ്മുടെ മീഡിയ TV-യുടെ നമ്മളെ മീഡിയ 1-ന്റെ നമ്മളെ MC നാസറുണ്ട്, അതുപോലെ തന്നെ മലയാള മനോരമ, അതുപോലെ നമ്മുടെ ഹിറ്റ് FM, എല്ലാം നമ്മുടെ നമ്പർ 1 നമ്മുടെ ചാനലുകളാണ് ഇവിടെ നമ്മളെ അക്കാഫ് നമ്മുടെ ഇവന്റ്സുമായിട്ട് സഹകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ വിമൻസ് ടീമിന്റെ നമ്മുടെ 3 സഹോദരിമാരുണ്ട്. എല്ലാവർക്കും ഞാൻ വന്നതിനുള്ള നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ മക്കൾ. ഒരു രാജ്യത്തിന് വേണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചിൽ മത്സരിച്ചതിന്റെ അവകാശം ഈ 3 സഹോദരിമാർക്കാണ്.
ഋതിക രഞ്ജിത്ത്, റിനിത രഞ്ജിത്ത്, ഋഷിത രഞ്ജിത്ത്. UAE ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സായ 3 പേരെയും അക്കാഫ് സ്നേഹാദരങ്ങളോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായ ശ്രീ MCA നാസർ, മീഡിയ 1 മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ ഹെഡ്, സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I was fortunate enough to spend some time with her in some other occasions as well. Cricket is like that, it's like she's coming from Jammu. I know how tough it is to play cricket there. She had the passion. She came to a place like what Nair sir was telling. I came from India to Dubai to write about cricket. He was fortunate enough to see a lot of good cricket, and he is writing about. Is covering the 16th World Cup, if I'm not wrong. Such an achievement for all. I'm so proud that a writer from Kerala was making his mark in a different country as well. And Chaya ma'am, so good to see you in a Malayali community. It's like, and we are all talking about the contributions you are giving to the women's cricket, the girls' cricket in the country. I know at least 600 to 700 kids picking up the game, and 3 of them. I think Sir was mentioning about the Chappell brothers. I was checking with them if they have all played in the same team for UAE. I think you have done that, right? I think that's a record. I think Ian Chappell, Greg Chappell, and Trevor Chappell, I think they have not played together in the same level. I think this Renita sisters have done it so well done, and I'm so proud to see that as well. Ellarkum namaskaram and happy new year. Obviously I'll talk in English so that Chaya also understands what I'm saying. Thank you. I mean it's a privilege to be called as a chief guest into a event like this where the 3 of us played the previous season. And I think sharing the dice with Chaya Mughal, Soni sir, and sirs, I think it's a privilege to be part of this. And I started cricket. The 3 of us started cricket under Chaya ma'am, and I think being able to share the dice with her is amazing. And I've seen how Akaf this tournament is. I think it's amazing that these 5 seasons, I mean this 5th season will obviously be better than the previous one. I've seen how it is. So yeah, I think all the best to all the players, all the teams, and yeah, thank you. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകിച്ച് എനിക്ക് വ്യത്യാസമായിട്ടൊന്നും പറയില്ല. നമ്മൾ 3 ഡെബ്യൂ ചെയ്തത് ചായയുടെ അടിയിലാണ്. ഐ മീൻ അവളൊപ്പം തന്നെ പിന്നെയും വന്നിട്ടൊരു ഈവെന്റ്, ഐ മീൻ നിങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കാന്ന് തന്നെ പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിവിലേജ്. All the players, I mean, entire team, staff and organizers, everyone, all the best. From the women's side also, big all the best. Nammal women empowerment should always be there. Thank you. വളരെ നന്ദിയുണ്ട് എന്നെ ഇവിടെ ഈ ഇവന്റിൽ വിളിച്ചോണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ? ഓരോരുത്തരും പറഞ്ഞു എന്താ പഠിക്കുകയാണോ? എത്രയാണ് പഠിക്കുന്നത്? +2. ജോലി എവിടെ പഠിക്കുന്നത്? ജോലി ചെയ്തു ഇദ്ദേഹം? ഞാൻ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സിസ്റ്റം എഞ്ചിനീയറിംഗ്. മൂത്ത ആളല്ലോ? അല്ല, ഞാൻ സെക്കൻഡ്. അദ്ദേഹമാണോ നിങ്ങൾക്ക് വേണ്ട എല്ലാം തരുന്നത്? പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടി നൽകുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഭയങ്കര ഇതാണ്. നായർ സാറിനൊക്കെ എല്ലാ ഗാലറിയും ഇങ്ങനെ ഇടയ്ക്ക് കവർ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ 16 വേൾഡ് കപ്പ് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് സാർ. അതേപോലെ തന്നെ ഈ പുതിയ തലമുറയെയും ഒക്കെ ഇത്രയും താല്പര്യം എടുത്തുകൊണ്ട് സാറ് റിപ്പോർട്ടിംഗ് കൊടുക്കുന്നതൊക്കെ അവർക്ക് അതേപോലെ 70കളിൽ രൂപം നൽകിയ ക്ലബ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അതൊക്കെ പുതിയ എന്തായാലും
മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംതൃപ്തി ഉണ്ട്. കഴിഞ്ഞ സീസൺ കവർ ചെയ്യാൻ വേണ്ടി ഒരു രാത്രി വെറുതെ ആഷിക്കൊക്കെ വിളിച്ചപ്പോൾ പോയതാണ്. ആ രാത്രി കണ്ട ആവേശമാണ് ഇത്തവണ എന്തായാലും ഇതിന്റെ ഭാഗമാകണമെന്നത് അക്കാഫിന്റെ താല്പര്യമല്ല, മീഡിയ വണ്ണിന്റെ താല്പര്യമായിരുന്നു. കാരണം ആ രാത്രി എന്തൊരു ആവേശം, ആ തണുത്ത അന്തരീക്ഷത്തിലൊക്കെ ഈ ആളുകളുടെ താല്പര്യവും അതോടൊപ്പം അവരൊക്കെ പറഞ്ഞു. അതിൽ വനിതാ സംഘാടകരൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു. സീസൺ 5 ഇന്ത്യക്ക് വെളിയിൽ 600ഓളം മലയാളികൾ കളിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു റെക്കോർഡ്. ഇറ്റ് ഈസ് എ റെക്കോർഡ്. APL-ലൂടെ അക്കാഫ് ഇവന്റ്സ് അത് സാധ്യമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് എന്നത് ലോകം മുഴുവൻ തോളിലേറ്റി നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കായിക മേള. അത് എത്രമാത്രം മലയാളികൾക്ക്, എസ്പെഷ്യലി 3 sisters are also here. You should also know that the 600s Malabari or Keralates are playing outside India. That's one of the biggest achievement of ACAF. നമസ്കാരം. നമുക്ക് ഇന്നൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം we got a celebrity guest here, Chaya Mugan, and our the exciting always is giving support for us, KR Nair, along with other media persons and ACAF teammates. പിന്നെ എപ്പോഴും നമ്മളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്ത് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് കുറച്ച് ശ്രമകരമാണെങ്കിലും അത് വിജയിപ്പിക്കണമെങ്കിൽ അതിലുള്ള പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ 32 ടീംസിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആഷിഖ് ഭായി പറഞ്ഞ പോലെ 600ഓളം മലയാളി ക്രിക്കറ്റ് പ്ലെയേഴ്സാണ് അക്കാഫിന് വേണ്ടി പാതിരാത്രിയിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ അക്കാഫിനെയും ഇവിടുത്തെ പ്രവാസ സമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ യാത്രയിൽ കൂടെയുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും അതേപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് അക്കാഫ്. താങ്ക് യു. സന്തോഷം. കാരണം അക്കാഫിനോടൊപ്പം ഒരുപാട് മേഖലകളിൽ തോളോട് തോള് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും വലിയൊരു സംഘടനയോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ്. പിന്നെ ഇന്ന് ഇതുപോലത്തെ വലിയ വലിയ വ്യക്തിത്വങ്ങൾക്കൊപ്പം ഈ ഒരു സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. സീസൺ 4-ലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ സീസൺ 5-ലും ഉണ്ട്. ഇനി സീസൺ 6, 7-ലും ഒക്കെ കൂടെ ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരു സീസൺ 5 ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഒപ്പം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സിസ്റ്റേഴ്സ് അവർക്കും അക്കാഫിന്റെ പേരിലുള്ള കൂടാതെ നമ്മുടെ സ്പോൺസേഴ്സായ BMW, മീഡിയ സപ്പോർട്ടേഴ്സ് മീഡിയ വൺ, കൂടാതെ മലയാള മനോരമ, all the other sponsors and well wishers എല്ലാവർക്കും അക്കാഫിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളത്.